ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ അതോ സുഖക്കുറവ് വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഈ ആഴ്ചയിൽ ബിഗ് ബോസ് കൊടുത്തൊരു വമ്പൻ ട്വിസ്റ്റ് ആണ് പണിപ്പുര ടാസ്ക് അല്ലെ. ശരിക്കും കണ്ടസ്റ്റൻസ് സ്ട്രാറ്റജി മാറ്റുന്നത് പോലെ കഴിഞ്ഞ സീസണിനെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ആണോ സ്ട്രാറ്റജി മാറ്റി കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വമ്പൻ അത്യുഗ്രമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഓരോ ടാസ്കും കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ ടൈമിലും ടാസ്കുകളാണെങ്കിലും നമ്മുടെ ബിഗ് ബോസ് പണി കൊടുക്കുന്നതാണെങ്കിലും 7ന്റെ പണിക്ക് പകരം 70ന്റെ പണിയാണ് ഇപ്പൊ നൽകുന്നത് തന്നെ ഒരു സംശയമുണ്ട് കേട്ടോ. അപ്പൊ ഈ വീക്കിനെ പറ്റി നമുക്കൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്കില് ഒരു തവണ മാത്രമേ നമ്മുടെ പണിപ്പുര തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണിപ്പുര ഇപ്പൊ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വരെ പണിപ്പുര ലോക്ക് ആയിരിക്കും. അപ്പൊ ഇന്നായിരിക്കും നമ്മുടെ പണിപ്പുര ഓപ്പൺ ആവാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കയറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആഴ്ച 5 ഗെയിമുകൾ കൊടുക്കും. 5 ഗെയിമിലും അവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് 3000 പോയിന്റ്സിന് എബോ അവർക്ക് അതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യത്തെ 2 ഗെയിമുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഒരു ഗെയിം ആയിരുന്നു സാക്രിഫൈസ് ഗെയിം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നടന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ആദിലേനെയും നൂറേനെയുമാണ് കണ്ടസ്റ്റൻസ് മറ്റേ ലോട്ടിട്ട് സെലക്ട് ചെയ്തത്. അവര് റൂമിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെന്നപ്പോൾ അവരുടെ അടുത്ത് ഒരു കുറെ കാർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കാർഡുകളായിട്ട് ഓപ്പൺ ചെയ്യണം. അതിൽ ആദ്യത്തെ കാർഡ് എടുത്തപ്പോൾ പറഞ്ഞത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അടുത്ത കാർഡ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞു നിങ്ങൾ ഈ ഫാമിലി വീക്കിൽ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന 3 കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയുടെ പേര് പറയാൻ പറഞ്ഞു. രേണുവിനെയും ശരത്തിനെയും റനയും അവർ സെലക്ട് ചെയ്തു. അപ്പൊ അടുത്ത കാർഡിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തവരുടെ 3 പേരുടെയും ഫാമിലിയും ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ഫാമിലി വീക്കിൽ വരാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഇല്ല വരണം എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ പോയിന്റ്സ് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ അതിലെ രൂപ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് ഫാമിലി വരേണ്ടതാണ് ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ടസ്റ്റൻസ് എല്ലാം അവരെ വമ്പൻ പ്രോത്സാഹനമായിരുന്നു. അവരങ്ങനെ ചെയ്തത് നല്ലതാണെന്നുള്ള രീതിയിൽ. അപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് ആ പോയിന്റ്സ് നഷ്ടമായി. പക്ഷെ ബിഗ് ബോസ് അതിനുശേഷം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫാമിലി വീക്ക് ഏറ്റവും ലാസ്റ്റ് വീക്കിലാണ് നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇവിടെ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ സെലക്ട് ചെയ്ത 3 പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നിട്ടും നിങ്ങൾ അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ അത് കളഞ്ഞു എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ചെറുതായിട്ട് ഒരു താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഗെയിം എന്ന് പറയുന്നത് അനീഷിനെയും, ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ മാറ്റം ഒരു വലിയ മാറ്റമായിരുന്നു ഈ ഒരു ടാസ്ക് വരെ. കാരണം അനീഷ് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിനിടയിൽ നല്ലൊരു പേരുണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരു വോട്ട് പോലും നമ്മുടെ അനീഷിന് ഒരു കണ്ടസ്റ്റൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നല്ലൊരു മാറ്റമായിട്ട് വന്നപ്പോഴാണ് അടുത്ത ടെസ്റ്റ് ഗെയിം വന്നത്. അപ്പൊ ഈ ഗെയിമിലേക്ക് സെലക്ട് ചെയ്തത് അപ്പൊ ആർക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ പലരും പോകാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷെ വോട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അനീഷും ആര്യനും ജിസേലുമാണ് പോയത്. പക്ഷെ അഭിലാഷിനും രേണുവിനും ഒക്കെ പോകാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അഭിലാഷ് പോകാൻ റെഡിയായി തന്നെ ഇരിക്കുന്നു. പക്ഷെ അഭിലാഷിനെ അങ്ങനെ അധികം ആരും സെലക്ട് ചെയ്യില്ല. 1-2 പേര് മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവർക്ക് കിട്ടിയ ടാസ്ക് അനീഷ് കാർഡ് വായിച്ചത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ മുതൽ സീസൺ 7 കഴിയുന്നത് വരെ മിണ്ടാതിരിക്കുക. അത് വായിച്ചതിന് ശേഷം അനീഷ് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല, മിണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആര്യന് കിട്ടിയ ടാസ്ക് ഒരു ജ്യൂസ് കുടിക്കുക, അതും ജിസേലിന് കിട്ടിയത് തല മുണ്ടനം ചെയ്യുക എന്നതായിരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ടാസ്ക് എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അനീഷിനോട് എന്ത് ചോദിച്ചിട്ടും അനീഷ് മിണ്ടുന്നില്ല. കാരണം അനീഷ് വായിച്ചത് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അനീഷ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അനീഷ് മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് കണ്ടസ്റ്റൻസിനൊക്കെ പുറത്തിരുന്ന് ഈ ആക്ടിവിറ്റി കാണുന്നവർക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആര്യന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, ജിസേലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തിനും നമ്മുടെ ബിഗ് ബോസ് പോലും പറഞ്ഞു അനീഷ ടാസ്ക് ആരംഭിച്ചിട്ടില്ല, സംസാരിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവസാനം ജിസേല് മുണ്ടനം ചെയ്യില്ല, ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആര്യം പറയാണ് തല മുണ്ടനം ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ എന്തോ കൾച്ചർ വെച്ചിട്ട് അച്ഛൻ മരിക്കുമ്പോഴാണ് തല മുണ്ടനം ചെയ്യുന്നത്, അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കണ്ടസ്റ്റൻസ് ഭയങ്കര ദേഷ്യപ്പെട്ടു. അഭിലാഷ് ഭയങ്കരമായിട്ടും എന്താ പറയാ പൊട്ടിത്തെറിക്കുകയുണ്ടായി. കാരണം അഭിലാഷിനെ സെലക്ട് ചെയ്ത് വിട്ടത് അഭിലാഷ് തലമുണ്ടനം ചെയ്ത് ഈ പോയിന്റ് കൊണ്ട് വന്നേനെ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അഭിലാഷ് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. കണ്ടസ്റ്റൻസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് സംസാരിച്ചു. എന്ത് ചെയ്താൽ ആര്യൻ അടുക്കുന്നുണ്ടായിരുന്നു. ആര്യൻ പറഞ്ഞൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലമുണ്ടനം ചെയ്യാം, പക്ഷെ ഇനിയുള്ള ഒരു നോമിനേഷനിലും എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ
അനീഷ് ആണെങ്കിൽ മിണ്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ടാസ്കിൽ അവർ പരാജയപ്പെട്ട് അവർക്ക് പോയിന്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആദില നൂറ പോയപ്പോ ഫാമിലിനെ പറ്റി ചോദിച്ച ടാസ്കിലും അവർക്ക് പോയിന്റ്സ് കിട്ടിയില്ല. ഈ ഒരു പണിപ്പുര ടാസ്കിലും അവർക്ക് എന്ത് ചെയ്തില്ല, പോയിന്റ്സ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ബിഗ് ബോസിന് തന്നെ അപ്പൊ അതിന് മുന്നേ പിന്നെ ഒരു 250 പോയിന്റുകൾക്ക് മാത്രമേ അവർക്ക് മത്സരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഒരു ഡിബേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ആണ് കേട്ടോ ടോപ്പിക്ക് കൊടുക്കുന്നതും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും. എന്റെ അമ്മയെ ഒരു രക്ഷയുമില്ല. ആ ബിഗ് ബോസ് ഹൗസിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരു ടോപ്പിക്കായിട്ട് അവർക്ക് നൽകിയത്. നമ്മുടെ അനുമോളും റെനയും ഷാനവാസും അക്ബറും ശരത്തും അഭിലാഷും ഒനിയിലും കെബിയും ഒക്കെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് തീം തന്നെ പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് ആയിരുന്നു കേട്ടോ. അതുപോലെ വമ്പ ടോപ്പിക്കുകളും കൊടുത്തു. അത് തന്നെ അവർക്കിടയിൽ ഒരു ട്രിഗറൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നെവിൻ ആണെങ്കിൽ ശൈത്യമായിട്ടാണ് വന്നത്. നെവിൻ പറഞ്ഞു അനുമോളുടെ പാവാട തുമ്പിലാണ് ശൈത്യ എന്ന് പറഞ്ഞത്. ശൈത്യക്ക് വളരെ ഇമോഷണൽ ആകുകയും ട്രിഗർ ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടാസ്കിൽ അവർ വിജയിച്ച് എന്തായാലും 250 പോയിന്റ് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ മറ്റു പോയിന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് വീണ്ടും ഒരു ടാസ്ക് കൂടെ നടന്നിരുന്നു. ഒരു മഡ്പിറ്റിൽ ഫ്ലാഗുകൾ 2 ടീമായിട്ട് തിരിച്ച് ഫ്ലാഗുകൾ നട്ട് ഏറ്റവും കൂടുതൽ ഫ്ലാഗ്സ് വെക്കുന്ന ആരാണോ അവരുടെ ടീം ജയിക്കുന്നു. അവരിൽ നിന്ന് ഒരാൾക്ക് പണിപ്പുരയിലേക്ക് പോകും. ഓക്കെ, അതൊക്കെ അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരിടത്ത് എന്നുള്ള കഥ കാണിക്കുകയായിരുന്നു. സാധാരണ ഒരിടത്ത് എന്നുള്ള കഥ കാണിക്കുമ്പോൾ ഫാമിലിനെ പറ്റി പറയുന്ന സമയത്ത് ബിഗ് ബോസ് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ശൈത്യ പറഞ്ഞ സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൈത്യ കഥ പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആര്യൻ അവിടെ നിന്ന് ചിരിക്കുന്നു, റെന ചിരിക്കുന്നു, നമ്മുടെ കലാഭവൻ ഇരുന്ന് ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഷാനവാസും അക്ബറും അഭിലാഷും ഒക്കെ ഇത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ഫീലിങ്സ് കൊടുത്താണ് ഒരാളുടെ ഫാമിലിക്കാരെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചിരിക്കുക എന്ത് കാരണം കൊണ്ടായാലും അത് സിറ്റുവേഷൻ നോക്കിയാണ് ചിരിക്കാൻ. അല്ലെ, ഇപ്പൊ ചിരിക്കാൻ അത്രയും ട്രിഗർ ആയിരിക്കുകയാണെങ്കിൽ പോലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ടല്ലേ നമ്മൾ ചിരിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുക. അത് നമ്മുടെ കയ്യിലാണ് കൺട്രോൾ അല്ലേ. എന്നിട്ടും അവിടെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് ശൈത്യ സ്റ്റോറി പറഞ്ഞതിന് ശേഷം അഭിലാഷ് ചാടിക്കയറി ആര്യന്റെ നേരെ ചെല്ലുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാനവാസും അക്ബറും ഒക്കെ ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പം ആര്യൻ ദേഷ്യപ്പെട്ട് ചെലുപ്പൂരി അഭിലാഷിനെ നേരെ എറിഞ്ഞു. അങ്ങനെ അവിടെ ഭയങ്കര പിന്നെ റേന സംസാരിച്ചു ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ ഇഷ്യൂസ് ഒനിയിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഏറ്റവും വലിയൊരു അടിയായിട്ട് നടന്നത് അതൊക്കെയായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി ടാസ്കിലേക്കും തെരഞ്ഞെടുക്കപ്പെടേണ്ട ആൾക്കാരെ നോമിനേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇനി അവിടെ നടക്കാൻ പോണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നു, പണികൾ കൊടുക്കുന്നു. അപ്പൊ കണ്ടസ്റ്റൻസിന്റെ സ്വഭാവം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിനിറ്റുകൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. അതുപോലെ നാളെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരും, മാർക്കൊക്കെ വാണിങ്ങി കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.